അപ്പം അന്ന് മുതൽ ഈ നമ്മുടെ ബാക്കിയുള്ള നാടകക്കാരിൽ നിന്ന് ആക്ച്വലി വിനയ് എപ്പോഴും മാറി നിൽക്കുമായിരുന്നു ഇൻ ടേംസ് ഓഫ് ഹിസ് ഫോക്കസ്. ഹിസ് ഫോക്കസ് ടു സിനിമയിൽ എത്ര ഫോർച്ചുനേറ്റ് ആണ് ആ സിനിമ എനിക്ക് സക്സസ്ഫുൾ ആയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ സിനിമയുടെ സക്സസ്സും മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പ്രൊഡ്യൂസറിനെ കുറിച്ച് മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്ന ഒരു നേച്ചറുണ്ട്. പോയാൽ പോട്ടെ, അതിനെക്കുറിച്ച് ആനന്ദ് വറി ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു സോണുണ്ട് പുള്ളിക്ക്. ഒരു വല്ലാത്തൊരു സ്പിരിറ്റ് ഉണ്ട്. എപ്പോഴും സിനിമയിൽ ഈ വലിയ നായകന്മാർക്ക് വേണ്ടി പ്രൊഡ്യൂസർ എത്ര പണം വേണേ മുടക്കുകയും അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയും ബാക്കി ചെറിയ ആൾക്കാരുടെ നിന്ന് അതിൻ്റെ 100-20 കുറയ്ക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. ഈ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെല്ലാം പുതിയ ആക്ടേഴ്സ് ആണ്. ഈ ക്ലാപ്പ് ബോർഡ് ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. ഈ സിനിമയുടെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. എല്ലാ സീനിലും 10-13 പേര്. വിനയായിട്ടുള്ളൊരു ജേർണി, വിനയായിട്ട് ഫ്രണ്ട്സാണ്. ഇപ്പോൾ വിനയായിട്ടുള്ള ഇതുവരെയുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് വിനയ് ഫോട്ടോ ആയിട്ടുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ വിനയനെ കാണും. ഞങ്ങൾ ഒരുമിച്ച് ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ ആണ്. വിനയ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് മുതലേ ഞങ്ങൾ ഈ ലോകധർമ്മീൻ പരിചയമാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ ലോകധർമ്മീൻ ജോയിൻ ചെയ്ത സമയത്ത് വിനയ് ഓൾറെഡി പൂനെയിലോട്ട് പോകാനായിട്ടുള്ള വിനയ് അഭിനയിക്കുന്ന നാടകങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ ഈ നമ്മുടെ ബാക്കിയുള്ള നാടകക്കാരിൽ നിന്ന് ആക്ച്വലി വിനയ് എപ്പോഴും മാറി നിൽക്കുമായിരുന്നു ഇൻ ടേംസ് ഓഫ് ഹിസ് ഫോക്കസ്. ഹിസ് ഫോക്കസ് ടു സിനിമയിൽ എത്ര എല്ലാ നാടകക്കാരുടെയും അന്നത്തെ സാമ്പത്തികമായ ദാരിദ്ര്യമായ അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായ ക്ലേശങ്ങളെല്ലാം തന്നെ വിനയനുണ്ട്. പക്ഷെ വിനയുടെ ഒരു ഫോക്കസ് അതിഭീകരമാണ്. അഭിനയം അന്നാണെങ്കിലും ക്ലാസ്സുകൾക്ക് വരിക, ക്ലാസ്സുകളിൽ ഡിസിപ്ലിനായിട്ട് നിൽക്കുക, കഴിഞ്ഞാൽ പോവുക, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ സംഭവം അന്നുള്ളൊരു പാഷനുണ്ടല്ലോ. അപ്പോൾ അന്ന് ആരെങ്കിലും വിനയൻ്റെ അടുത്ത് ഏതെങ്കിലും ചെറിയ രീതിയിൽ നിരുത്സാഹപ്പെടുത്തുകയോ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അവൻ്റെ അവസാനമാണ്. അപ്പോൾ ഒന്ന് കൊലവിളിക്കും. അതേ സ്വഭാവമാണ് ഇന്ന്. ഒരു മാറ്റമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അതേ ഡ്രൈവാണ്, അതേ പാഷനാണ്. എപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വിനയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വിനയ് മറ്റ് കാറുകളെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പൈസ ഒന്നുമില്ല. എപ്പോഴും സിനിമ ഐഡൻറ്റിഫൈ ചെയ്യും സബ്ജക്റ്റുകളെ കുറിച്ചും. വിനയ് കണ്ടിട്ടുള്ള അത്രയും ഇൻ്റർനാഷണൽ ഫിലിം അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ്. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വിനയന് ഞാനൊരു സീൻ കൊടുത്താൽ അത് 3-4 ഡയലോഗുള്ളൊരു ചെറിയ സീനാണെങ്കിൽ പോലും വളരെ സീരിയസ് ആയിട്ട് അതെടുക്കുന്നത്. അത് മറ്റ് ആക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് അതിനെ ഏതൊക്കെ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. എന്നിട്ടിനി അതൊന്നുമല്ല ഞാൻ ആവശ്യപ്പെടുന്നെങ്കിൽ അതിലേക്ക് മാറാനുള്ള ഒരു മാൽനബിൾ നേച്ചറുണ്ട്, മാറാനൊരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു സംഭവം അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ കാര്യമാണ്. ആസ് എ ഡയറക്ടർ നമുക്ക് എൻ്റെ ഒട്ടും സുഹൃത്തെന്നുള്ള രീതിയിലല്ല, എനിക്ക് ഇപ്പോഴും എൻ്റെ ജെന്യുവൻ ഫീലിംഗ് ഇസ് മലയാളത്തിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സാണ് വിനയ്. അതായത് ഭയങ്കരമായിട്ടൊരു ഡയറക്ടറിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചെത്തിമിനിക്ക് ഒരുപാട് പോകാൻ പറ്റുന്ന ഒരു ആക്ടറാണ് അയാൾ. ഇനിയും അദ്ദേഹത്തിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള ബ്രില്യൻ്റ് ആയിട്ടൊരു ആക്ടറാണ്. ഭയങ്കര ഹ്യൂമർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് വെറുതെ ഇപ്പം ഈ 2024 വിനയുടെ സിനിമകൾ എടുത്തു നോക്കാം. ആട്ടം 1 ഓഫ് കോഴ്സ് നമുക്കറിയാം. ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്, കണ്ടിട്ടുണ്ടെന്നറിയില്ല, കാണണം. ഇറ്റ്സ് എ ബ്രില്യൻ ഫിലിം. ഡോൺ പാലത്തറയുടെ സിനിമയാണ്. ഇറ്റ്സ് എ ബ്രില്യൻ ഫിലിം. അതൊക്കെ ഡോണിന് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അതിനകത്തെ വിനയുടെ ഒരു ക്യാരക്ടറൈസേഷൻ, വിനയുടെ പെർഫോമൻസ് ആട്ടവുമായിട്ട് കുലബന്ധമില്ല. അതിൽ നിന്ന് മാറി നിങ്ങൾ ബോസ് ആൻഡ് ഗോ എടുത്ത് നോക്കുക. ഇനി ഇപ്പോൾ ഇറങ്ങിയ ബ്രില്യൻ്റ് ആയിട്ട് ഫിലിമാണ് പെരുമാനി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഈ അടുത്താണ് ഇങ്ങനൊരു വേൾഡ് ബിൽഡിങ്. അൺഫോർച്ചുനേറ്റ് ആണ് ആ സിനിമ എനിക്ക് സക്സസ്ഫുൾ ആയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഹ്യൂമറുള്ള, നല്ല ക്ലാസിക് ഹ്യൂമറുള്ള ഇങ്ങനൊരു ഗ്രാമം ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഗംഭീര നോവലൊക്കെ വായിക്കുന്ന പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുകയും അതിലെ വിനയുടെ ക്യാരക്ടർ, ആ ക്യാരക്ടർ ചൂസ് ചെയ്യുക, സിനിമ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു വിനയുടെ ഒരു സിനിമയുടെ സംശയം എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മൾ കണ്ട തമാശ എന്ന് പറയുന്ന, അങ്ങനെ നമ്മൾ പിക്ക് ചെയ്താൽ ഒരു വല്ലാത്ത റേഞ്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം അതാണ് ഒരു ആക്ടർ. അയാളെ കൊണ്ട് എന്തിലേക്കും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ അത് സംഭവിക്കുന്നത് അയാളത് തയ്യാറാവുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജെനുവിൻ ജീനിയസ് ഉണ്ട് അദ്ദേഹത്തിൽ.
സോ ഞാൻ മുമ്പോട്ട് ആലോചിക്കുമ്പോൾ ഐ ആം മോസ്റ്റ് ഹാപ്പി ആലോചിക്കും വിനയനെ വെച്ച് വർക്ക് ചെയ്യണം, വിനയുടെ കൂടെ സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നേരത്തെ ചോദിക്കാൻ വെച്ചിരുന്നൊരു ചോദ്യമാണ് ഇങ്ങനൊരു സിനിമ യാഥാർത്ഥ്യമാക്കാൻ പ്രൊഡ്യൂസറിനെ കിട്ടാൻ ചാലഞ്ചിങ് ആയിരുന്നു എന്നൊക്കെ. പക്ഷേ അത് ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ അത് ഇത്രത്തോളം ഇതിപ്പോൾ 2022 സെൻസർ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ 2024 ജാനുവരിയിലാണ് റിലീസാവുന്നത്. ഇപ്പോൾ ഏകദേശം വലിയൊരു ലോങ് പീരിയഡ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഫെസ്റ്റിവൽസിന്. പിന്നെ അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റിഹേഴ്സൽസ് ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ മൊത്തം സിനിമ റിഹേഴ്സ് ചെയ്തു, ഓഡിഷൻസ് ഇത്രയും ഇതായിട്ട് ചെയ്തു. അപ്പോൾ പ്രൊഡ്യൂസർ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു ഇങ്ങനൊരു സിനിമ? ഈ വളരെ ചെറിയ സിനിമയാണ്, സ്റ്റാർസ് ഇല്ല, ഇത് എങ്ങനെ സെയിൽ ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. അതെ, എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസർ നിങ്ങളുടെ കൂടെ നിന്നത്? ഐ എം വെരി ഹാപ്പി. രഞ്ജിത്ത് വിവേക് ചോദ്യം ചോദിച്ചത് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഞാൻ ജെനുവിൻലി ബിലീവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈസ് ദ പ്രൊഡ്യൂസർ. എപ്പോഴും ഈ സിനിമയുടെ സക്സസ്സും മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പ്രൊഡ്യൂസറിനെ കുറിച്ച് മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്ന ഒരു നേച്ചറുണ്ട്. ഈ സിനിമ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, സാർ ഈ സിനിമ ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷേ എനിക്ക് ചില അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട് സിനിമയ്ക്ക്, അത് സാറ് ചെയ്ത് തരണം. ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു ഈ സിനിമ ഡബ് ചെയ്യാൻ പറ്റില്ല, ഈ സിംഗ് സൗണ്ടാണ് ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. 12 പേരുണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും മൈക്ക് ചെയ്യുന്ന എക്യുപ്മെൻസും അതിൻ്റെ ലൈവ് മിക്സറും ഒന്നും കേരളത്തിലില്ല. അത് ബോംബെയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. അതിന് ഒരു പെർ ഡേ 35,000 ഓളം കോസ്റ്റ് വരും, അതിൻ്റെ ബൂമും എല്ലാം കൂടെ. പിന്നെ ഈ മൾട്ടി ക്യാം വേണ്ടി വരും, അത് തന്നെ ഒരു ഓൾമോസ്റ്റ് 50,000 2 ക്യാമറയും കൂടെ ആവും. ഇത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ എന്താ സംശയമാണത്, ഇത് സിനിമ ഡബ് ചെയ്യാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം ഇഡിയറ്റ് അല്ല ഞാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ ഫിലിംസ് കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് ആ പൈലറ്റ് ചെയ്യാൻ കണ്ടപ്പോൾ അപ്പോൾ സിനിമ കണ്ട് പരിചയമുള്ളവർ, അദ്ദേഹം തന്നെ ഒരു ആർട്ടിസ്റ്റാണ്, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ സോളിഡ് ഇനി റിസ്ക് എടുക്കാനുള്ള ഒരു ഭയങ്കരമായ ധൈര്യം, പോട്ടെ അതിനെക്കുറിച്ച് ആനന്ദ് വറി ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു സോണുണ്ട് പുള്ളിക്ക്, ഒരു വല്ലാത്തൊരു സ്പിരിറ്റ് ഉണ്ട്. അതൊന്ന്. 2 ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകൾ എപ്പോഴും സിനിമയിൽ ഈ വലിയ നായകന്മാർക്ക് വേണ്ടി പ്രൊഡ്യൂസർ എത്ര പണം വേണേൽ മുടക്കുകയും അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയും ബാക്കി ചെറിയ ആൾക്കാരുടെ നിന്ന് അതിൻ്റെ 100-20 കുറയ്ക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും, ഈ കൺട്രോളർ വഴിയും അവർ വഴിയും. ഏറ്റവും ബ്രില്യൻ്റ് കാര്യം വെച്ചാൽ ഞാൻ ഇത്രയും ഈ പറഞ്ഞ ആക്ടേഴ്സ് എല്ലാവരും തന്നെ ഡെയിലി വേജസിന് ഓൾമോസ്റ്റ് ഈ പുതിയ 11 പേര് 7 പേര് ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാൾ ടൈൽ പണിക്കാരനാണ്, ഒരാൾ ഒരു പെയിൻറ്ററാണ്, പെയിൻറ്റിങ്ങിന് പണി, ഒരാൾ ചുമട്ട് തൊഴിലാളിയാണ് ഇൻ റിയൽ ലൈഫ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ഒരു ദിവസം 750 രൂപയാണ് അല്ലെങ്കിൽ 800 രൂപയാണ് അവർക്ക് കിട്ടുന്നത്, ഒരു ഓട്ടോക്കാരനാണ്. അപ്പോൾ അവർ 35 ദിവസം അവരുടെ ജോലി വിട്ടിട്ട് റിഹേഴ്സലിന് വരും. ആരാണ് ഇവരുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുക, TV-യുടെ ബില്ലടയ്ക്കുക, മക്കളുടെ ട്യൂഷൻ ഫീസ്, സിനിമ, ഭക്ഷണം, എല്ലാത്തിൻ്റെയും ചിലവ്. അത് കഴിഞ്ഞ് ഒരു 25 ദിവസം ഷൂട്ട്. അപ്പോൾ ഇവരുടെ ഈ അത്രയും പൈസ അവർക്ക് ആ ദിവസങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. പ്ലസ് ഇവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ ആസ് ആക്ടേഴ്സ് അവർ പെയ്ഡ് ആവേണ്ടതാണ്. ഇതെല്ലാം കണക്ക് കൂട്ടി ഒരു പുതുമുഖ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു എമൗണ്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് ഓരോ ആക്ടറിന് വേണ്ടി പറഞ്ഞു. ഈ പുതിയ ആൾക്കാർ പറയുന്നത് ഒരു നെഗോസിയേഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. ഒരു നെഗോസിയേഷനും ഉണ്ടായിരുന്നില്ല. ആനന്ദിന് അതാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഇതാണ് എൻ്റെ ജെനുവിനായിട്ട് ഫീൽ ചെയ്യുക. ഞാൻ കുട്ടിയും പറയല്ല, പക്ഷെ കുറച്ചും പറയാൻ പറ്റില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയും. ഗോ അഹെഡ്. അത് കഴിയുന്നു. ഇവരെല്ലാം ഗെറ്റിംഗ് ഡീസെൻ്റ്ലി പെയ്ഡ്. സാധാരണ സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടുകയാണല്ലോ എന്ന് പറയുന്നു, പൈസ മേടിക്കും. അല്ലെങ്കിൽ ഇനി ഈ ആക്ടേഴ്സിനോട് പറയുകയാണ് ഒന്നും തരാൻ പറ്റില്ല, അല്ലെങ്കിൽ 20,000 രൂപ തരാൻ പറ്റുള്ളൂ, 30,000 രൂപ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഇവർ ചെയ്യും. കാരണം ഇവർക്കിത് സിനിമ ചെയ്യണം. അപ്പോൾ ഇവർ വളരെ റെസ്പെക്ട്ഫുള്ളി പെയ്ഡ് ആവും. ഇനി നമ്മൾ ഫെസ്റ്റിവൽസിന് പോവാണ്, അപ്പോൾ ഈ പടം ഹോൾഡ് ചെയ്യണം, ഈ പൈസ ഹോൾഡ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ഈ സിനിമയ്ക്ക് ചോദിച്ച എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ഏരിയയിലും പ്രശ്നം ഉണ്ടാകുന്നില്ല. പ്രഷർ എന്ന് പറഞ്ഞൊരു സാധനം നത്തിങ് ജസ്റ്റ്. പക്ഷേ എന്ന് കരുതി വളരെ കെയർലെസ് അല്ല. ഹീ ഈസ് മേക്കിംഗ് ഷുവർ ദറ്റ് കൃത്യമായിട്ട് ഷൂട്ട് നടക്കുന്നുണ്ട്. എല്ലാത്തിനകത്തും നല്ല ക്ലിയർ ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ട്രസ്റ്റ് നമ്മളിലും വരുമല്ലോ, കറക്റ്റ് തിങ്സ് ആർ ഗോയിങ് ക്ലീൻ. അപ്പം ഇനി ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഗ്രേഡിങ് സ്റ്റുഡിയോ. അപ്പോൾ അവിടെ ഉണ്ട്
അപ്പം ഞാൻ അദ്ദേഹത്തിനടുത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, എനിക്ക് ഈ പടം സ്രിക്ക് വാര്യർ ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് എക്സ്ട്രാ ചിലവ്. അവരുടെ ഗ്രേഡിങ് സ്റ്റുഡിയോ അവരുടെ ആളിൽ പകുതി പൈസയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. സിനിമ ഫൈനൽ എഡിറ്റ് കാണിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അദ്ദേഹത്തിന് അത് നമ്മളൊരാളോട് റീസൺ ചെയ്യുമ്പോൾ, ഒരു പ്രൊഡ്യൂസറുടെ റീസൺ ചെയ്യുമ്പോൾ അത് മനസ്സിലാവണ്ടേ. അത് കറക്റ്റാണെങ്കിൽ അതിന് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ തിരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പോയറ്റിക്കൽ പോയി സ്രിക്കിനെ കൊണ്ട് ഗ്രേഡ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഫെസ്റ്റിവൽസിന് പോകുന്നു. അപ്പോൾ US ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടുമ്പോൾ സാറുണ്ട്, ഞാനും ഉണ്ട്. US അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞ് ബോംബെയിലേക്ക് വരുമ്പോൾ മാമി ഫെസ്റ്റിവലിൽ ഈ ഒരു സിനിമയിൽ ഇത്തരം ഫെസ്റ്റിവലിനോ ഇത്തരം ആഘോഷങ്ങളിലോ എപ്പോഴും ഒരു വിനയ് ഫോട്ടോനെ കൊണ്ടുപോകാം, നടിയെ കൊണ്ടുപോകാം, എന്നെ കൊണ്ടുപോകാം, ആരും മോശം പറയാൻ പോകുന്നില്ല. അത് തന്നെ നല്ല കാര്യം എന്ന് പറയും. ഈ മറ്റ് ആക്ടേഴ്സ് അത് പ്രതീക്ഷിക്കുന്നുമില്ല. അതാണ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. മെയിൻ ആൾക്കാർ അറിയാവുന്നവരെ കൊണ്ടുപോവുക എന്ന് പറയും. അദ്ദേഹം ഇവരെ എല്ലാവരെയും മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നു. ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നു. അവിടെ നല്ല ഹോട്ടലിൽ താമസിപ്പിക്കുന്നു. അവിടെ ഒരു ബോംബെയിൽ വെച്ചൊരു ഗംഭീരമായ പാർട്ടി എല്ലാവർക്കും കൊടുക്കുന്നു. അവിടെ വെച്ച് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പാർട്ടിയിലാണ് അദ്ദേഹം ഈ ആക്ടേഴ്സായിട്ട് അധികം ഇടപെട്ടിട്ടില്ല. ഈ പാർട്ടിയിൽ എല്ലാവരും നല്ല ഡ്രിങ്കൊക്കെ കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും വളരെ ഇമോഷണലായി, കരച്ചിലും പരിപാടികളും കെട്ടിപ്പിടുത്തങ്ങളും ഒക്കെ നടക്കുന്നു. ഇവരെല്ലാവരും സാറിൻ്റെ അടുത്ത് പോയി ഇങ്ങനൊരു സിനിമ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് സിനിമ ചെയ്തതിന് സാറിനോട് നന്ദി പറയണം. അജിത് ജോയ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, മുകുന്ദനുണ്ണി അസോസിയേറ്റ് പ്രൊഡ്യൂസർ, ജോയ് മൂവി പ്രൊഡക്ഷൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നന്ദി പറയുന്നു. അപ്പോൾ ഇദ്ദേഹം കാണുകയാണ് സിനിമയേക്കാൾ ഗംഭീരമാണ് ഇവരുടെ ലൈഫ് സ്റ്റോറി. ലൈക്ക് ഫ്രം നാടകക്കാരായിരുന്നവർ ഇന്ന് മാമി ഫെസ്റ്റിവലിൽ റെഡ് കാർപ്പറ്റിൽ നടക്കുന്നു, US അവാർഡ് കിട്ടുന്നു. അപ്പോൾ സാർ ഇതിൻ്റെ ഒരു ബ്യൂട്ടി കാണുകയാണ്, അതിൻ്റെ ഒരു ഹ്യൂമൻ സൈഡ് കാണുകയാണ്. ഹീസ് എ ഡോക്ടർ ഹിംസെൽഫ്, ഒരു ഓങ്കോളജിസ്റ്റാണ്. അപ്പം അദ്ദേഹം ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയപ്പോൾ അടുത്ത മാസം വരാൻ പോകുന്നത് ഇഫിയാണ്. ഗോവയിൽ ഇഫിയിൽ ഓപ്പണിംഗ് ഫിലിമായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് ആണ്ടം. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഗോവയിലും കൂടെ പോകണമെന്ന്. അപ്പോൾ അപ്പുറത്ത് ഇവരുടെ ഹോട്ടൽ റൂമിൽ പ്ലാനിങ് നടക്കുകയാണ്. നമ്മൾക്ക് ജനറൽ ടിക്കറ്റ് എടുത്താണെങ്കിൽ പോകണം, നമ്മൾ സാറിനോട് ചോദിക്കരുത്, പ്രൊഡക്ഷൻ്റെ അടുത്ത് അവർ ഇനി അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ട്രിപ്പിൽ തന്നെ ഒരു 5 ലക്ഷം രൂപ പോയിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നു. രാവിലെ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്ത് പോകുന്നു, വൈകിട്ട് സിനിമ കഴിഞ്ഞ ഉടനെ തിരിച്ചു വരുന്നു. ഇപ്പുറത്ത് ഞാനും സാറിൻ്റെ വിനയ് റൂമിലിരിക്കുന്നു. സാറ് ഈ പാർട്ടിയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് എന്നോട്, അനൂപ് എന്ന് പറഞ്ഞ ഫിനാൻസ് ഹെഡ് ഉണ്ട്, അനൂപിൻ്റെ അടുത്ത് പറയാണ്, അനൂപ് ഇവരെ എല്ലാവരെയും ഗോവയിലോട്ട് കൊണ്ടുവരണം, അതിനകത്ത് ഇനി ഒരു ഡിസ്കഷൻ വേണ്ട, മോശമാണ്. ആൻഡ് ഞാനപ്പോൾ അപ്പുറത്ത് മെസ്സേജ് അയച്ചു, ഗോവ ഇസ് ഹോട്ട്. ഞാൻ മെസ്സേജ് അയക്കുന്നു, ഇവരെ മുഴുവൻ ഗോവയിലോട്ട് വന്നു. സെയിം തിങ് ഗെറ്റ്സ് റിപ്പീറ്റഡ്. സിനിമ ഇറങ്ങിയിട്ടില്ലെന്ന് ആലോചിക്കണം, ₹1 റവന്യൂ തിരിച്ചു വന്നിട്ടില്ലെന്ന് ആലോചിക്കണം. സിനിമ ഇങ്ങനെ അവാർഡ് കിട്ടുന്നു, സിനിമ തിയേറ്ററിൽ അത്യാവശ്യം തെറ്റില്ലാതെ റൺ ചെയ്യുന്നു, OTTയിൽ ഇതിങ്ങനെ വലിയ ഹിറ്റാവുന്നു, ഒന്നും അന്ന് അറിയുന്നില്ല. ആ സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സോ ദീസ് ആർ ദ കൈൻഡ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് വി വാണ്ട്. ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്, ഒരു വിഷനിലൊരു ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ അങ്ങനെ ചെയ്തൊരു പ്രൊഡ്യൂസർക്കാണ് ഇന്ന് ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്ന നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ I feel that, oh man, this is the best we can do to him. He is so deserving. ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പ്രസിഡന്റ് അത് മേടിക്കുന്നത്. That is a great moment. So ഈ അവാർഡ് I am hoping that it will really inspire more producers to. എനിക്കറിയാം ഞാൻ കുറച്ച് അധികം സംസാരിച്ചു എന്ന് പറയും, പക്ഷേ this question is so important. It is so important. I hope that this really inspires more producers to make the move into making movies with new actors and new filmmakers if the subject is good. എൻ്റെ എഡിറ്റർ മഹേഷ് ഭുവനിൽ നിന്നും നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. സിനിമ കണ്ട എല്ലാവരും അതിൻ്റെ എഡിറ്റിങ്ങിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു എഡിറ്റേബിളിൽ എന്തൊക്കെ ആണ് മഹേഷ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? മഹേഷുമായിട്ടുള്ള വർക്കിംഗ് എങ്ങനെയായിരുന്നു? മഹേഷ് പ്രോജക്റ്റിലേക്ക് വന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങൾ ഒരു എഡിറ്ററിനെ തീരുമാനിക്കുന്നു, ഷൂട്ടിന് 1 മാസം മുമ്പ് തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ലാസ്റ്റ് മിനിറ്റ് വേറൊരു വലിയ ഫിലിം വന്നിട്ട് അതിലേക്ക് അവൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ദാറ്റ് വാസ് എ ബിഗർ പ്രോജക്റ്റ്, ബിഗർ ബാനർ ആൻഡ് കാസ്റ്റ്. അപ്പോൾ ബെറ്റർ പ്രോജക്റ്റ്. ഞാൻ തന്നെ പറഞ്ഞു, അത് ഓഫ് കോഴ്സ് അത് എടുത്തോളൂ, അത് മിസ് ചെയ്യേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എഡിറ്റർ ഇല്ലാതിരിക്കുന്നു. അന്ന് വൈകുന്നേരം ഞാൻ മധുരം എന്ന് പറയുന്ന സിനിമ OTTയിൽ കാണുകയാണ്. അപ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. ആ കാലത്തൊന്നും അങ്ങനെ ഒരു പോയറ്റിക്കായിട്ട് വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് ഒരു ഇതുമില്ലാതെ, ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ കൺവിക്ഷനോടുകൂടി ചെയ്തൊരു ഫിലിം. അപ്പോൾ അതിൻ്റെ എഡിറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആ പേസ്, ആ സിനിമയുടെ കഥ പറച്ചിലിന് അനുയോജ്യമായ ഒരു എഡിറ്റാണ്.
അപ്പോൾ ഞാൻ കൊള്ളാലോ എന്ന് ആലോചിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ച മദൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അഭിനയിച്ച മദൻ, അയാളുടെ ശരിക്കുള്ള പേര് മദൻ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, എനിക്ക് പരിചയമുള്ളൊരു എഡിറ്ററുണ്ട്, മഹേഷ് ഭുവനെ എന്നാണ് പേര്, എൻ്റെ വീട്ടിൽ വാടകയ്ക്ക്, ഞാൻ കൊടുത്ത വാടകയ്ക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പം എൻ്റെ നല്ല സുഹൃത്താണ്, ആനന്ദിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മധുരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടു, ഉറപ്പായിട്ടും കാണാം എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റായിട്ട് മഹേഷിൻ്റെ അടുത്ത് ചെല്ലുന്നു. മഹേഷിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മഹേഷ് ജോയിൻ ചെയ്യുന്നതാണ്. അതതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് സംഭവിച്ച കോമഡി എന്ന് വെച്ചാൽ, എനിക്ക് ഈ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെല്ലാം പുതിയ ആക്ടേഴ്സ് ആയതുകൊണ്ട് ഈ ക്ലാപ്പ് ബോർഡ് ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. ക്ലാപ്പ് ബോർഡ് ഒന്ന് ഒഴിവാക്കണം. ഓരോ പ്രാവശ്യം പോയി ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് വീണ്ടും അവരെ കോൺഷ്യസ് ആക്കുകയും പിന്നെ അതൊരു ചെറിയൊരു ഡിലേ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറ്റേത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ മഹേഷിനോട് പറഞ്ഞു, മഹേഷ് ക്ലാപ്പ് ഒന്ന് ഒഴിവാക്കിയാൽ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ മഹേഷ് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം എന്നൊക്കെ പറയും. അപ്പം മഹേഷ് അത് പറയുമ്പോൾ മഹേഷ് ആലോചിച്ചത്, എന്തായാലും പല കോസ്റ്റ്യൂമിനകത്തൊക്കെയുള്ള ചെയ്യുന്നതൊക്കെ മഹേഷ് അറിയാതെ ആലോചിച്ച് പോയി. അപ്പം എന്നിട്ട് അതിന് പിടിക്കാം എന്ന് പറഞ്ഞ് ആലോചിച്ചു. ഫുട്ടേജ് വരുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ലൊക്കേഷൻ്റെ അകത്ത് ഒറ്റ കോസ്റ്റ്യൂമും കുറേ ഡേറ്റ്സ് ഉള്ള ഫുട്ടേജാണ്. മഹേഷ് തലേ കൈ വെച്ച് ഇരുന്നു, ഇത് എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ ഇരുന്ന് ഇതിനൊരു മഹേഷ് ഒരു ഓർഡർ ഉണ്ടാക്കി. ഒരു 3 മാസത്തോളം ഞങ്ങൾ ഇരുന്നാണ് വർക്ക് ചെയ്തത്. മഹേഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ കാണുന്നത്, ഈ സിനിമയിൽ ഒരു പക്ഷേ എന്നേക്കാൾ ഇൻവോൾവ്മെൻറ്റ്, അതായത് എന്നേക്കാൾ ടെൻഷൻ, എന്നേക്കാൾ ആങ്സൈറ്റി, എന്നേക്കാൾ ഈ സിനിമ നന്നാവണമെന്നും എത്തിക്കണമെന്നും എക്സ്ട്രീംലി ഇൻവോൾവ് ആണ്. അതായത് ഒരു കോൾ വിളിച്ചാൽ എടുക്കാതിരിക്കുകയോ കളത്തരം പറയുകയോ, ഒരു തരത്തിലൊരു ഇൻ എ വേ ഒരു ഓൾഡ് സ്കൂൾ ഡിസിപ്ലിൻ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ. അത് മഹേഷ് ഫുട്ടേജ് ഒരുക്കി വെക്കുന്ന രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ആ പ്രോസസ്സിനകത്ത് മഹേഷ് വളരെ യങ്ങായിട്ടുള്ള ആളാണ്. പക്ഷെ ആ ഡിസിപ്ലിൻ വളരെ ഓൾഡ് സ്കൂൾ, പെർട്ടിക്കുലർനെസ് വളരെ കൂടുതലാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. മഹേഷോട് വർക്ക് ചെയ്തിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ മഹേഷിന് ചുറ്റും തന്നെ കുറേ ആൾക്കാർ ആ പേരിലുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ്ട്രീംലി ഡിഫിക്കൾട്ടാണ്. എല്ലാ സീനിലും 10-13 പേര്, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസ്, ആംഗിൾസ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ബോറിംഗ് ആവാതെ കട്ട് ചെയ്യുക. പിന്നെ കാണുന്ന വ്യൂവറിന് തലവേദന എടുക്കരുത്. ഇയാളെ ഇവിടെ കണ്ടു, അയാൾ അവിടെ പോയി ഏത് എങ്ങോട്ട് ഒക്കെ പറയുന്ന ഒരു, നമുക്ക് ഫിലിം മേക്കേഴ്സിന് അറിയാം ദാറ്റ് ഇറ്റ് ഇസ് സോ ഡിഫിക്കൾട്ട്. അത് വളരെ എൻഗേജിങ് ആയിട്ട് കഥയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ അവരെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാതെ അവസാനം വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഡിഫിക്കൾട്ട്. അപ്പോൾ ഞാൻ ഇത് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴല്ലോ വിവേക്, ഐ വാസ് സോ ഹാപ്പി. ഞാൻ കരഞ്ഞു പോയത് ഈ അവാർഡ് കേട്ടത് മാത്രമാണ്. കാരണം അപ്പം നമുക്ക് മനസ്സിലായി that there is a great jury out there, either they are filmmakers or editors. അവരിത് ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, സിനിമ ഇറങ്ങി വലിയ സക്സസ് ആയി കഴിയുമ്പോൾ ആരും തന്നെ ഇതിൻ്റെ എഡിറ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഐ എം ഫീലിംഗ് വെരി പേഴ്സണലി കാരണം അത്രയും എക്സലൻ്റ് ആണ്, ഒരു മാസ്റ്റർഫുൾ വർക്കാണ് ഇൻ സ്റ്റഡി അതിൻ്റെ എഡിറ്റ്. കാരണം ഒരു ബഹളങ്ങളും ഇല്ല. സാധാരണ ഈ എഡിറ്റ് ഗംഭീരമായി സോക്കോൾഡ് ഓൺലൈൻ റിവ്യൂവേഴ്സ് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലീനിയർ, ഭയങ്കര ട്രാൻസിഷൻസ്, ഭയങ്കര ഗ്രാഫിക്കലായിട്ടുള്ള ഇതൊക്കെ വരണം, തോന്നണം. ഇതൊന്നും തോന്നില്ല. ഇങ്ങനെ എഡിറ്റ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് എങ്ങനെയാണോ ആക്ടേഴ്സിൻ്റെ അഭിനയിക്കുന്നില്ല എന്ന് ആളുകൾ പറയുന്നത്, അതേപോലെയാണ് ഇതിൻ്റെ എഡിറ്റ്. അപ്പോൾ അതിലേക്ക് ആ വിഷനിലേക്ക് ചേർന്ന് വന്ന എഡിറ്റാണ്. അത് സൂപ്പർ ഡിസേർവിങ് ആണ്. അത് കിട്ടിയപ്പം ഐ വാസ് ദ ഹാപ്പിയസ്റ്റ്. മഹേഷിൻ്റെ ഞങ്ങൾ ഇന്നും പറയുന്ന കോമഡി, മഹേഷിന് മഹേഷിനൊരു അവാർഡ് കിട്ടിയിട്ടില്ല ഇതിന് മുമ്പുള്ള വർക്കുകൾക്കൊന്നും. ഒരു പഞ്ചായത്തിൻ്റെ അവാർഡ് പോലും കിട്ടില്ല. കിട്ടിയ അവാർഡ് നാഷണൽ അവാർഡ്. അപ്പോൾ സോ ഹാപ്പി വിത്ത്. ഞാൻ തന്നെ സിനിമ കണ്ടിട്ട് പറഞ്ഞിരുന്നത് ഇത് ആരാന്ന്, അത് നാച്ചുറലായിട്ട് എല്ലാവർക്കും ഇപ്പോൾ കോർഡിനേറ്റ് ഒരു രീതിയിൽ പോകുന്ന ഒരു കഥകൾ കണ്ട് ശീലിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് ആരാണെന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷേ വളരെ ബ്രേവായിട്ട് ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സിനിമ, ഇത് റിവീൽ ചെയ്യാണ്ടാണ് വെച്ചിരിക്കുന്നത്. അത് നേരത്തെ അന്ന് പറഞ്ഞു, അത് ആദ്യമേ ക്ലൈമാക്സ് ആണ് മനസ്സിൽ വന്നതെന്ന്. എപ്പോഴും അത് തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് റിവീൽ ചെയ്യേണ്ട ഒരു ടെംപ്റ്റേഷനോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു ആളെ തന്നെ കണ്ടിട്ടുണ്ടോ? ആരാണെന്ന് എഴുതുമ്പോൾ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 1-2 വട്ടം ആലോചിച്ചു. കുറേ കൂടെ സ്ട്രോങ്ങർ ഹിൻസ്, അതായത് ഒരു സെക്കൻഡ് വ്യൂവിങ്, തേർഡ് വ്യൂവിങ്ങിൽ കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഉണ്ടാക്കിയാലോ, അതായത് കൺസെൻസസ് എല്ലാവർക്കും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റണം. 2ാമത്തെ 3ാമത്തെ കുറച്ച് ചർച്ചകളും കുറച്ച് ഡിബേറ്റ്, കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡീകോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇയാളാണ്, അങ്ങനെ വെച്ചാലോ എന്നൊരു ആലോചന ഉണ്ടായി. പക്ഷെ പിന്നീട് വിചാരിച്ചു അങ്ങനെ വേണ്ട,
ഇത് ഏത് പോയിന്റ് എഴുതുമ്പോഴാണോ? എഴുതുന്ന സമയത്ത് പിന്നെ തീരുമാനിച്ചു ലൈക്ക് നമ്മൾ പല ആൾക്കാരിലൂടെ ഈ വുഡൻ സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്ക് ഈ ഒരു സസ്പിഷൻ കൊടുക്കുകയും പക്ഷെ എല്ലാവരും വന്ന് ഡെഡ് എൻഡ്സിൽ അവസാനിക്കണം. ഡെഡ് എൻഡ്സിൽ വന്നിട്ട് അതായത് ഒരാളെ കൃത്യമായിട്ട് ഇയാളാണെന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് ഡീകോഡിങ്ങും ഉണ്ടാവരുത് എന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സബ്ജക്റ്റ് ആ 2 ക്രൈമാണ് സിനിമയിൽ സംഭവിക്കുന്നത്. ഒന്ന് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ആ ഡയറക്റ്റ് ഫസ്റ്റ് ക്രൈം, 2 ഈ സെക്ഷൽ അസോൾട്ടിൻ്റെ വിക്ടിമിനെ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന 2ാമത്തെ ക്രൈം. ആ 2ാമത്തെ ക്രൈം പിന്നെ ഒരു ഡിസ്കഷൻ ഇല്ലാതായി. ഈ 2 ക്രൈമും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് ഇത് സംഭവിക്കാത്തത് കൊണ്ടാണ്, ഈ ആളെ റിവീൽ ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ആളെ റിവീൽ ചെയ്തില്ല എന്ന് തന്നെ ഒരാൾ ആലോചിക്കുമല്ലോ. അപ്പോഴാണിത് അത് ആദ്യത്തെ കാഴ്ചയിൽ കിട്ടിയില്ലേ, അപ്പൊ പിന്നെ എന്ത് തേങ്ങയാണ് ഈ സിനിമ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താണ് ഇവരുടെ പ്രശ്നം? എന്താണ് ഇവര് നമ്മളെ എങ്ങോട്ട് നോക്കാനാണ് നിർബന്ധിക്കുന്നതെന്ന് ആദ്യം കിട്ടിയില്ലെങ്കിൽ 2ാമത് ആലോചിക്കുമ്പോൾ ഇയാൾക്കത് കിട്ടും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഞാൻ പറയില്ല. ആ രഹസ്യം എന്നോടുകൂടി. അതെ, ഇതിപ്പോൾ ചേംബർ ഡ്രാമയാണ്. ഒബ്വിയസ്ലി 12 Angry Men ഒക്കെ എല്ലാവരും റെഫർ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ടുള്ള ഡിസ്കഷൻസിനെ ബന്ധിപ്പിച്ച്. വേറെ ഏതൊക്കെയായിരുന്നു ഇങ്ങനെ ഇൻസ്പിറേഷൻസ് ഉണ്ടായിരുന്നോ ഈ ഒരു ജോണറോ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പോകുമ്പോൾ സ്റ്റഡി ചെയ്യാനും അത് ഫിൽം മേക്കിംഗ് രീതിയിലായാലും ഏതൊക്കെയായിരുന്നു? എസ്പെഷ്യലി എല്ലാവരും ഈ 12 Angry Men കാര്യം പറയുമ്പോൾ 12 Angry Men ഞാൻ കണ്ടുകൊണ്ട് വെച്ചാൽ ബ്യൂട്ടിഫുൾ മാസ്റ്റർഫുൾ വർക്കാണ്. പക്ഷേ എന്നെ ഇൻസ്പയർ ചെയ്തത് ഡയറക്റ്റ്ലി ഇൻസ്പയർ ചെയ്തത് 12 Angry Men അല്ല. എൻ്റെ ഫിലിം മേക്കിംഗ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഫറാദിയാണ്, അസ്ഗർ ഫറാദിയുടെ ഫിലിംസാണ്. ഇപ്പം ഞാൻ പാസ്റ്റ് ആണെങ്കിലും സെപ്പറേഷൻ ആണെങ്കിലും അബൌട്ട് എലി ആണെങ്കിലും ഒക്കെ കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് പഹയൻ ഇത് എങ്ങനെയാണ്, എവിടെയാണ് ക്യാമറ ചെയ്യുക, ആരാ അഭിനയിക്കുന്നത്, എവിടെയാണ് ഡയലോഗ്, ഒരു രീതിയിലും നമുക്കിത് ഒന്ന് പിടിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് സിനിമാറ്റിക് എന്നോ ഡയറക്ഷനോ ഈ അഭിനയമോ ഡയലോഗ് ഒന്നും പുറത്തുനിന്ന് വന്നതായിട്ട് തോന്നുന്നില്ല, അവിടെ നടക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇയാൾ അച്ചീവ് ചെയ്യുന്നത്? പിന്നെ ഞാൻ ഇങ്ങനെ കുറേ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയത് ഇവരെല്ലാവരും തന്നെ ഈ ആട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം ഉപയോഗിക്കുന്നത് തിയേറ്റർ ആക്ടേഴ്സിനെയാണ്. അദ്ദേഹം 8-9 മാസമൊക്കെയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഒരു ബിഹേവിയറിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫറാദി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഈ സിനിമയുടെ ഫിലിം മേക്കിംഗ്. ഓരോ സിനിമയും അത് അർഹിക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ അങ്ങനെ സിനിമകൾ കാണും. ആ സോണിൽ നിൽക്കുന്ന മാസ്റ്റേഴ്സിൻ്റെ വർക്കുകൾ മാത്രം കാണുന്ന ഒരു രീതിയുണ്ട്. പിന്നീട് പിന്നെ ഞാൻ എഴുതിയത് കൊണ്ട് റൈറ്റേഴ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ പത്മരാജൻ സാറൊക്കെയാണ് അത്രയും ഭീകരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരാണ്. അപ്പം ഇത്തരം ഇൻസ്പിറേഷൻസാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വളരെ ഔട്ട് ഓഫ് ദ ബ്ലൂ ആയിട്ടാണ് ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നതും ആനന്ദ് ഏകർഷി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് നമ്മൾ കേൾക്കുന്നത്. ആനന്ദിൻ്റെ ഇതുവരെയുള്ള ജേർണി എങ്ങനെ, ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നോ അതോ തനിയെ പ്രാക്ടീസ് ചെയ്യാൻ? എങ്ങനെയാണ് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ തിയേറ്ററിൽ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്? വാട്ട് വാസ് യുവർ ലേണിംഗ് എക്സ്പീരിയൻസ് ലൈക്ക്? ആക്ച്വലി ഫിലിം മേക്കിങ്ങിലോട്ട് കയറുന്നതെന്ന് വെച്ചാൽ ഞാൻ +2 പഠിക്കുമ്പോൾ രാജഗിരി എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്നു. അവിടുത്തെ സമ്മർ വെക്കേഷൻസിന് എപ്പോഴും ഒരു ക്യാമ്പ് ഉണ്ടാവും, 3 or 4 days ക്യാമ്പ്. അപ്പോൾ ആദ്യമായിട്ട് രാജഗിരി ഒരു ഷോർട്ട് ഫിലിം മേക്കിംഗ് ക്യാമ്പ് വെച്ചു. അതുവരെ നാടകത്തിൻ്റെ ക്യാമ്പുകളായിരുന്നു. അപ്പോൾ ആ ഫിലിം മേക്കിംഗ് ക്യാമ്പിന് പഠിപ്പിക്കാൻ വന്നൊരാളുണ്ട്, പ്രഫുൽ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു ആൾ. അദ്ദേഹത്തിൽ നിന്നാണ് ബേസ് ആദ്യം സിനിമ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ക്യാമ്പിന് ശേഷം അതിനകത്ത് ഒരു 20 പിള്ളേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ, ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ, അവർ പഴയ VHSൻ്റെ കാലം പോലെ. അപ്പം അന്ന് അതിലായിട്ട് ഒരാളെ എന്നെ സെലക്ട് ചെയ്തിരുന്നു ഷോർട്ട്. അങ്ങനെയാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. പക്ഷേ ഈ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ക്യാമ്പ് എടുക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട്, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഗ്രേറ്റ് ബ്രദറാണ്. അപ്പോൾ അദ്ദേഹം അന്ന് കോർപ്പറേറ്റ് ഫിലിംസ്, ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കർണാടക ടൂറിസം അല്ലെ അങ്ങനെയൊക്കെയുള്ള വർക്കുകളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കോർപ്പറേറ്റ് ആഡ് ഫിലിംസിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നും സിനിമയിലോട്ട് കയറിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹമാണ് എന്നെ മെൻറ്റർ ചെയ്തത്. എങ്ങനെയാണ് സിനിമ കാണേണ്ടത്, ഏത് സിനിമ കാണണം, എങ്ങനെയാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ ഗ്രേറ്റസ്റ്റ് മെൻറ്റർ ഈ പ്രഫുൽ ഗോപിനാഥാണ്. പിന്നെ സിനിമയിൽ എനിക്ക് വരണം എന്നൊരു 2012 എനിക്ക് ആൾക്കൊരു ആഗ്രഹം സത്യനന്ദിക്കാട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിലൂടെ എത്താൻ പോലും അന്നും പറ്റിയില്ല. അപ്പോൾ അന്ന് ഐഡിയ മൊബൈൽസ്, ഐഡിയ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അവർ അന്നൊരു കോമ്പറ്റീഷൻ നടത്തി. ഓൾ ഇന്ത്യ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനാണ്, നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ.
പക്ഷേ മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. 2013 കാലമാണ്. മൊബൈലിലായിരിക്കണം ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുക. 3 റൗണ്ടുകൾ ഉണ്ടാവും. അത് ആ നാഷണൽ കോമ്പറ്റീഷൻ ആര് ജയിക്കുന്നോ അവർക്ക് ഇംതിയാസ് അലിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അന്ന് ഇംതിയാസ് അലി തമാശ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പം ഈ 3 റൗണ്ട് ഷോർട്ട് ഫിലിം, അതെന്ന് പറഞ്ഞാൽ ഇവർ തിങ്കളാഴ്ച ഒരു ടോപ്പിക്ക് തരും. നമ്മൾ ആ നെക്സ്റ്റ് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫിലിം അവർക്ക് റെഡിയാക്കി കൊടുക്കണം. അതായിരുന്നു അങ്ങനെ 3 റൗണ്ട്. ആ കോമ്പറ്റീഷൻ ഞാൻ ജയിച്ചു. അപ്പം അങ്ങനെ ആ ഫിലിമൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അദൃശ്യം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, കുട്ടികളുടെയൊക്കെ ഫിലിംസാണ്. അപ്പം അത് ജയിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇംതിയാസ് അലിയുടെ അടുത്ത് പോകാം. ഞാൻ തമാശയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ ഈ കോർസിക്കയിലൊക്കെ ഫ്രാൻസിലൊക്കെ ഉള്ള ഷൂട്ട് കഴിഞ്ഞിട്ട് അവർ ഇന്ത്യയിലുള്ള പോർഷൻ ഷൂട്ട് ചെയ്യാനാണ്. അപ്പം ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട്, അവരുടെ ഓഫീസിൽ ചെല്ലുന്ന അന്ന് റഹ്മാൻ്റെ പാട്ട് വന്ന ദിവസമാണ്. ഓഫീസ് എക്സൈറ്റഡ്. ആ ദീപിക എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള പാട്ടാണ്. അപ്പോൾ ഇതിലേക്കാണ് ജോയിൻ ചെയ്തത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു സ്റ്റുഡിയോ ഒക്കെയാണ്. എനിക്കാണെങ്കിൽ ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയത്തില്ല. അവിടുത്തെ ഒരു രീതികളാണ്. നമുക്ക് ഹിന്ദി കുറച്ച് കഷ്ടിച്ചറിയാം എന്നുള്ളതാണ്. പിന്നെ ആ സ്പേസ് ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു. അവരുടെ രീതികളും ഒക്കെ വളരെ വ്യത്യാസമാണ്. പക്ഷേ ഞാൻ കോസ്റ്റ്യൂമിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് അതിൽ ജോയിൻ ചെയ്തത്. അതിലുണ്ടായ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ, ഞാൻ ആകെ ആ ഫിലിമിൽ, തമാശ എന്ന് പറഞ്ഞ ഫിലിമിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ മലയാളത്തിൽ വേറെ സിനിമയിലൊന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല. അവിടെ ഇൻഡസ്ട്രി ആയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഡസ്ട്രിയിലുള്ള ആരെ അറിയില്ല. എനിക്ക് ആദ്യം അറിയാവുന്ന ആനന്ദ് ശ്രീചന്ദ്രൻ ജൂനിയർ ആയതുകൊണ്ട് ആനന്ദ് ശ്രീചന്ദ്രനെ മാത്രമേ അങ്ങനെ അറിയുള്ളൂ. പക്ഷെ ആ ഫിലിമിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, എന്നെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഫസ്റ്റ് എഡി സോനൽ ജോഷി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നെ നന്നായിട്ട് മെൻറ്റർ ചെയ്തു. ഒരു പക്ഷേ ഇംതിയാസ് അലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടൊരു സൂഫി കൈൻഡ് ഓഫ് മനുഷ്യനാണ്. നമ്മളിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കയറി നിന്നാലും പുള്ളിയൊന്നും പറയുന്നില്ല, ചീത്തവിളിയോ ബഹളോ ഒന്നുമില്ല, മുന്നേ മാറിയിരിക്കെന്ന് പറയുള്ളൂ. പക്ഷെ നമ്മൾ നോക്കി പഠിച്ചോണം. നമ്മളവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അതൊരു വിഷയമില്ല. അദ്ദേഹത്തിൻ്റെ ലോകത്തിലാണ്. അദ്ദേഹം ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു സോൺ. പക്ഷേ അസിസ്റ്റൻസിനെയൊക്കെ ഒരു ഭയങ്കര കൂടെ ചേർത്ത് നടത്തുന്ന ഒരു രീതിയാണ്. പക്ഷേ പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, എന്നെ ചീത്തയൊക്കെ വിളിച്ചിട്ടാണെങ്കിലും എന്നെ പുഷ് ചെയ്ത് ഇതാണ്, അത് പഠിക്കുക, അത് ചെയ്ത് നോക്ക് എന്ന് എന്നെ എല്ലായിടത്തോട്ടും കൊണ്ടുപോകുന്ന, എന്നെ എല്ലാം എക്സ്പോസ് ചെയ്ത് തരുന്ന ഒരാളെ ആണ് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. അന്നത്തെ ഒരു ആലോചന. അപ്പോൾ എനിക്കതിനകത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായത് ആക്ച്വലി രവിവർമ്മൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നാഷണൽ അവാർഡ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ രവിവർമ്മൻ സാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം തന്നെ വെറുതെ ഒരു സൗത്ത് ഇന്ത്യയിൽ ഒരാൾ വന്നിരിക്കുന്നു, മലയാളി വന്നിരിക്കുന്നു. ഞാൻ അനുഗ്രഹം മേടിക്കാൻ പോയപ്പോൾ തന്നെ ചീത്ത വിളി. അപ്പോൾ ഇത് വെറുതെ തെറിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ സാറിൻ്റെ പറഞ്ഞ, സാർ അമ്മ അപ്പ എല്ലാം വന്ന് നല്ല ഒരു പേര് വെച്ചെടുക്കുക, എതുക്ക് ഇതെല്ലാം കൂപ്പിടുക, പരവായില്ല, നിങ്ങൾ 1-2 വാട്ടി കൂപ്പിടുക്കുക, ആനന്ദിന് കൂപ്പിടുക്കുക. അപ്പോൾ പുള്ളിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പുള്ളി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ വണ്ടി വിടും. വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് പോയി വണ്ടി വിടും. അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഞാൻ ചെല്ലും. പിന്നെ പുള്ളി പറഞ്ഞു തരാൻ തുടങ്ങി, കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ജേർണിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ജേർണിയാണ്. അപ്പോൾ അങ്ങനെ പുള്ളി ഇപ്പോൾ ഷൂട്ട് നടക്കാൻ നേരത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സിന് പോസിറ്റീവ് കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി. അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ മാറി നിൽക്കുക. ഇപ്പോൾ ഇദ്ദേഹം വിളിക്കും, വാടാ ബാക്കി എതുക്ക് ഞാൻ அந்த ஷார்ட் வச்சிருக்கேன், நீ சொல்லு எதுக்கு அந்த லைட்டிங் போட்டிருக்கு, எதுக்கு அந்த என்ன ஷார்ட் பண்ண போகிறேன், നീ ഗസ് പണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യും. അപ്പോൾ അതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറി. ഇപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അവാർഡ് അതാണ് ആ ഒരു ഫിലിമിലാണ് അസിസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമയിലേക്ക് അത് കഴിഞ്ഞിട്ട് ഈ സിനിമ എത്തുന്നവരെ ഞാൻ പിന്നെ കുറച്ച് മ്യൂസിക് വീഡിയോ, അതായത് ഒന്ന് അങ്ങനെ ഒരു ധൃതിയില്ലായിരുന്നു സിനിമ ചെയ്യണം. കാരണം ഇതൊരു ഭയങ്കര ഒരുപാട് മെച്യൂരിറ്റി വരേണ്ട ഒരു ഫോമാണല്ലോ. നമുക്കങ്ങനെ എളുപ്പം പ്രാക്ടീസ് ചെയ്യാവുന്നൊരു ഫോമല്ല. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാം. ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസീവ് മീഡിയമാണ്, ഒരു പബ്ലിക്ലി പ്രാക്ടീസ് ചെയ്യുന്നൊരു മീഡിയമാണ്. വേറൊരു ഇങ്ങനെ മീഡിയം ഇല്ല. നമ്മൾ പെയിൻറ്റിങ് ആണെങ്കിലും കുറേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സിബിഷൻ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഈ പ്രാക്ടീസിങ് കാലഘട്ടമൊന്നും ആരും കാണില്ല. പക്ഷേ ഇതങ്ങനല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പബ്ലിക് കാണും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഫിലിം മേക്കിങ്ങിനുള്ള മാത്രമല്ല, നമ്മളൊരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാനൊരു മെച്യൂരിറ്റി വേണമല്ലോ.
അപ്പോൾ അങ്ങനെ കുറേ കാലം ഇങ്ങനെ യാത്രകൾ, ഒരുപാട് നല്ല മനുഷ്യർ അങ്ങനെയൊക്കെ പോയി. വേറെ അസിസ്റ്റ് ചെയ്യാനൊന്നും അസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. പിന്നെ മ്യൂസിക് വീഡിയോസ് ഞാനൊരു 2 മ്യൂസിക് വീഡിയോ ചെയ്തു. ആ മ്യൂസിക് വീഡിയോ ഒക്കെ തന്നെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് പഠിക്കാൻ പറ്റി. പിന്നെ എഡിറ്റാണ് സിനിമയുടെ ഫിലിം മേക്കിങ്ങിൻ്റെ ക്രക്സ് എന്ന് മനസ്സിലായപ്പോൾ മുതൽ അതിലാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. ഐ മീൻ, ഞാൻ എഡിറ്റ് ചെയ്യില്ല, ഞാൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യില്ല. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്നവർ എഡിറ്ററിൻ്റെ കൂടെ ഇരിക്കാനായിട്ടുള്ളൊരു പ്രാക്ടീസൊക്കെ തുടങ്ങി. അങ്ങനെ ചെയ്ത് പിന്നെ ചെറിയ ആഡ് ഫിലിംസ് അങ്ങനെയൊക്കെ വളരെ ചെറിയ ഒക്കെ ചെയ്ത് അവിടുന്ന് കടം മേടിച്ചും കഷ്ടപ്പെട്ടെന്നുള്ള അർത്ഥത്തിൽ ഒരു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സും എനിക്കുണ്ട്. അൺകണ്ടീഷണലായിട്ട് ഒട്ടും കഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ കഷ്ടപ്പാടൊരു റോങ് വേർഡ്. അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഈ സിനിമ ആയിരുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആട്ടമായിരുന്നില്ല എഴുതിക്കൊണ്ടിരുന്നത്, വേറെ ഒരു വർക്കായിരുന്നു. അപ്പോഴാണ് വിനയ് ഇങ്ങനൊരു കാര്യം പറയുകയും അത് ഡ്രോപ്പ് ചെയ്തിട്ട് ആട്ടം സ്റ്റാർട്ട് ചെയ്തു. സിനിമ തിയേറ്ററിൽ നന്നായി പോയി, OTT അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്, നാഷണൽ അവാർഡ് പോകാനിരിക്കുകയാണ്. ഇനി ആനന്ദിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി ഒരു വൈഡർ ഹൊറൈസണിലേക്കാണോ പോകുന്നത്? ഇനി എളുപ്പമാണോ ജേർണി, അതോ ഇനി കൂടുതൽ ബുദ്ധിമുട്ടാണോ? എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ് വാട്ട് യു തിങ്ക്? ഐ തിങ്ക് എല്ലാവരും പറയുന്നപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായല്ലോ, ഇനിയിപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി. ഞാനത് വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സാധനം സന്തോഷത്തിൻ്റെ പാരമ്യത്തിലാണെങ്കിലും ഇത് തലയിൽ എടുക്കരുത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുതല്ലോ. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഭയങ്കര സംഭവമായി പോയി, അല്ലെങ്കിൽ ഭയങ്കര ഈ ക്രാഫ്റ്റ്, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് ഫോമിൻ്റെ മുകളിൽ എനിക്കൊരു പിടുത്തം വന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ആദ്യ സിനിമ ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, നമുക്ക് കൂടുതലും 80% ഇഗ്നറൻസ് ആണ്. ആ ഇഗ്നറൻസിൻ്റെ ഒരു ബലമുണ്ട്, അതിൻ്റെ ഒരു ധൈര്യമുണ്ട്. അത് ഞാൻ ഒരു കെടാവിളക്ക് പോലെ സൂക്ഷിക്കും. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര പണിയാണ്. നമ്മൾ എന്തെങ്കിലും കഴിവുണ്ട്, നമ്മൾക്ക് ആ ഫോമിൽ ഗ്രിപ്പ് ഉണ്ടെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് അടുത്തതും ഗംഭീര സിനിമ ചെയ്യണമെന്നൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമ മോശമായിക്കോട്ടെ ഒരു പ്രശ്നമില്ല, ആളുകൾ പറയണം ഇവനാണോ ഈ ആട്ടം ചെയ്തത്, അതായത് എന്നാ പൊട്ടപ്പോടാ രണ്ടാമത്തെ പടം എന്ന് പറയുന്ന അത് എംബ്രേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരിക്കലും എഴുതാൻ പറ്റില്ല. എഴുതാൻ നേരത്തെ ഞാൻ ഓഡിയൻസിനെ കുറിച്ചും എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചും എൻ്റെ രണ്ടാമത്തെ സിനിമ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആലോചിച്ചാൽ തീർന്ന പരിപാടിയാണ്. ഇപ്പം അടുത്തത് ഞാൻ ഇമ്മീഡിയറ്റ്ലി വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിമാണ്. അതൊരു ഇംഗ്ലീഷ് ഫിലിമാണ്. അപ്പം എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഒക്കെ പോകണം എന്നൊക്കെ, ഒരു ഇംഗ്ലീഷിൽ സിനിമകൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഒരു യാദൃശ്യമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസറിനെ ഞാൻ മീറ്റ് ചെയ്യും. പുള്ളിക്കാരിക്ക് വളരെ ഫ്രീ ഹാൻഡായിട്ട് ആനന്ദിന് ഇഷ്ടമുള്ള രീതിയിൽ കുറെ കൂടെ ഡീപ്പർ അബ്സ്ട്രാക്ട് ഒരു ഇൻവേർഡ് ലുക്കിംഗ് ഫിലിം ചെയ്യാൻ പറ്റുമോ, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദ ബഡ്ജറ്റ് എന്ന് പറയും. സാധാരണ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടില്ല, ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു സാറും മെൻറ്ററും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇൻ ബിറ്റ്വീൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റാൻഡം ആയിട്ടുള്ള മീറ്റിംഗിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിം, ഒരു 20-25 മിനിറ്റ്സ് ഫിലിമായിരിക്കും ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്നത്. Which is again exploring mind and its fantasies and conflicts. അത് അവിടെ നടക്കുന്നു. പിന്നെ ഉള്ളത് ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഒരു ലവ് സ്റ്റോറിയാണ്. അതിൻ്റെ ആലോചന, പിന്നെ ഒരു വെബ് സീരീസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. ഒന്നും മറ്റേ ഷോർട്ട് ഫിലിം ഒഴിച്ച് ബാക്കി രണ്ടും ഫൈനലൈസ് ആവുകയോ പ്രൊഡക്ഷൻ ഹൗസുകളായിട്ട് എത്തുകയൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എഴുത്ത് നടക്കും. താങ്ക് യു സോ മച്ച് ആനന്ദ്, ഭയങ്കര ഒരു എൻറിച്ചിങ് കോൺവെർസേഷൻ ആയിരുന്നു. Thank you very much and congratulations once again. Thank you. It was beautiful. It was really beautiful. Thank you.